സൂത്ര, കാട്ടിലൊരു വാർത്ത പരന്നു. താനൊരു കഴുതയെ തട്ടിയെന്ന്. കടിയന്റെ ഗുഹയിൽ സഹായത്തിന് ചെന്ന ഉൾപ്പിരി കഴുതയെ സൂത്രൻ തട്ടി. ഇതാ വാർത്ത. എന്നിട്ട് താൻ ചിരിക്കുന്നോ? ആരാ ഇതൊക്കെ തന്നോട് പറഞ്ഞത്? പരന്ന കാര്യം പറഞ്ഞത് ഇവനാ. പരന്നതോ? അതെ, വാർത്ത പരന്ന കാര്യമേ. നുണയാ, കംപ്ലീറ്റ് നുണയാ. എന്നെ നുണയാന്ന് വിളിച്ചിട്ട് കാര്യമില്ല, വാർത്ത പരന്നു. അതല്ലടോ, കേട്ടതെല്ലാം നുണയാണെന്ന്. അതെ, അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? ജലദോഷിക്കുന്നിന്റെ അടുത്ത് ഉൾപ്പിരി കിടക്കുന്നത് കണ്ട ആരോ പറഞ്ഞു ചത്തെന്ന്. താനാ തട്ടിയതെന്ന് പലരോടും പറഞ്ഞു. ആര് പറഞ്ഞു? അതും ആരോ തന്നെയാ പറഞ്ഞത്. എടോ, ഉൾപ്പിരിയെ ഞാനെന്തിനു തട്ടണം? അതല്ലേ തമാശ. കടിയനോടുള്ള ദേഷ്യം തീർക്കാനാണത്ര താൻ തട്ടിയത്. അതിലെന്താ ഇത്ര തമാശ? കടിയനിതറിഞ്ഞാൽ എൻ്റെ നട്ടലിൻ്റെ പണി തീരും. പരന്നത് തെറ്റാണെന്ന് തെളിയിച്ച പോരെ? പരന്നതോ? വാർത്ത പരന്നതേ, അത് ഞാൻ തെളിയിക്കാം. പേടിക്കണ്ട, കടിയനെ കാണാൻ ദാ ഇവൻ തൻ്റെ കൂടെ വരും. ഈ കഴുത എന്തിനാ വരുന്നത്? വേണ്ട, ഞാൻ പോയിക്കോളാം. ഇവൻ വരുന്നതല്ലേ നല്ലത്. പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം, വേറെ ആരും വേണ്ട. കടിയനോടൊരു മയത്തിൽ സത്യം ബോധിപ്പിക്കണം. താനും കൂടി പോകാമായിരുന്നു. വരണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ? ഇടി കിട്ടിയോ? കിട്ടി. വല്ലതും അങ്ങോട്ട് പറയുന്നതിന് മുമ്പേ ഇടി കിട്ടി. ഉൾപ്പിരിയെ ഞാൻ തട്ടിയിട്ടില്ലെന്ന് തെളിയിക്കാനും പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ലേ ഇവനെയും കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞിട്ട് തന്നെ ഏറ്റില്ല, എന്നിട്ടല്ലേ ഒരു കഴുത പറഞ്ഞത് വിശ്വസിക്കുന്നത്? പറഞ്ഞാലല്ല, കണ്ടാൽ വിശ്വസിച്ചേനെ. ഇവനാ ഉൾപ്പിരി കഴുത.